ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ SIT തലവൻ SP ശശിധരൻ സന്നിധാനത്തേക്ക് പുറപ്പെട്ടു. പമ്പയിൽ നിന്നും SP ഉൾപ്പെടെയുള്ള സംഘം മല കയറി തുടങ്ങി. സന്നിധാനത്ത് ഇന്ന് SIT പരിശോധന നടക്കും. വിശദാംശങ്ങളുമായി ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുൽ, SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ സന്നിധാനത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. എപ്പോഴായിരിക്കും അവർ സന്നിധാനത്ത് ഏകദേശം എത്തിച്ചേരുക? തുടർന്നുള്ള SITയുടെ പരിശോധനാ നടപടികളും എങ്ങനെയായിരിക്കും? ഇന്നലെ വൈകിട്ട് SIT സംഘത്തിന്റെ രണ്ടംഗ സംഘം സന്നിധാനത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഇന്ന് പുലർച്ചെയാണ് ബാക്കിയുള്ള സംഘാംഗങ്ങൾ കൂടി ഇപ്പോൾ സന്നിധാനത്തേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. SIT സംഘത്തലവനായിട്ടുള്ള SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ രാവിലെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് പമ്പയിൽ നിന്നും ഇവർ മല കയറി തുടങ്ങിയത്. 11:30 സന്നിധാനത്ത് എത്തി. ഉച്ചയോടുകൂടി തന്നെ പരിശോധനാ നടപടികൾ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. SPയുടെ നേതൃത്വത്തിലുള്ള SIT സംഘവും അതോടൊപ്പം തന്നെ തിരുവാഭരണം കമ്മീഷണർ അടക്കമുള്ള ദേവസ്വം അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഈ പരിശോധനയുടെ ഭാഗമാകുന്നുണ്ട്. പ്രധാനമായിട്ടും സന്നിധാനത്തെ സ്ട്രോങ് റൂം തുറന്ന് പരിശോധനാ നടപടികളായിരിക്കും ഇന്ന് നടക്കുന്നുണ്ടാവുക. സ്ട്രോങ് റൂമിലുള്ള കട്ടിളപ്പാളികളുടെയും അതോടൊപ്പം തന്നെ പ്രഭാമണ്ഡലത്തിന്റെയും പരിശോധനകൾ നടത്താനാണ് ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നത്. എന്തായാലും ആ രീതിയിലുള്ള പരിശോധനകളായിരിക്കും പ്രധാനമായിട്ടും നടക്കുന്നുണ്ടാവുക. ഒപ്പം ദേവസ്വം രേഖകളടക്കം SIT സംഘം പരിശോധിക്കുകയും ചെയ്യുന്നുണ്ടാവും. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ മുമ്പ് 2 തവണ സന്നിധാനത്തെത്തി SIT സംഘം പരിശോധനാ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിന്റെ തുടർച്ചയായിട്ടാണ് വീണ്ടും തുടർ പരിശോധനകൾ വേണം എന്നുള്ളൊരു അപേക്ഷ ഹൈക്കോടതിയിൽ ഇന്നലെ അന്വേഷണ സംഘം സമർപ്പിച്ചത്. അതിനനുസരിച്ച് ഹൈക്കോടതി അനുമതി നൽകിയതിനെ തുടർന്നാണ് എന്തായാലും ഇന്ന് നട അടച്ചതിന് ശേഷം സന്നിധാനത്ത് വീണ്ടും പരിശോധന നടത്താനായിട്ട് SIT സംഘം തയ്യാറെടുക്കുന്നത്. എന്തായാലും ഉച്ചയോടുകൂടി തന്നെ പരിശോധന നടപടികൾ ആരംഭിക്കും. ഇനി ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ SIT സംഘം സന്നിധാനത്ത് എത്തിച്ചേർന്ന് ചേരും. അതിനുശേഷം പെട്ടെന്ന് തന്നെ പരിശോധന നടപടികൾ ആരംഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായിട്ടും ദേവസ്വം ജീവനക്കാരിൽ നിന്നടക്കം വിവരങ്ങൾ ചോദിച്ചറിയാൻ കൂടി സാധ്യതയുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. SIT സംഘം ഉച്ചയോടെ സന്നിധാന പരിശോധനകൾ ആരംഭിക്കും. ഗോകുൽ രമേശാണ് വിശദാംശങ്ങൾ നൽകിയത്.